തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തിയതിനെതിരെ നാഗാലാൻഡിൽ ഗോത്ര സംഘടനകൾ നടത്തുന്ന പ്രക്ഷോഭം ശക്തമായി. പോലീസ് വെടിവെപ്പിൽ 2 സമരാനുകൂലികൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെ സമരക്കാർ പലയിടത്തും അക്രമങ്ങൾ അഴിച്ചുവിട്ടു. തലസ്ഥാന നഗരമായ കൊഹിമയിലെ മുനിസിപ്പൽ കൌൺസിൽ ഓഫീസിനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിനും പ്രക്ഷോഭകർ തീയിട്ടു. കൊഹിമയിലെ നിരവധി സ്ഥാപനങ്ങളും സമരാനുകൂലികൾ അഗ്നിക്കിരയാക്കി. പ്രക്ഷോഭം ശക്തമായതിനെ തുടർന്ന് കൊഹിമയിൽ സൈന്യത്തെ വിന്യസിച്ചു. KSRTCയിലെ ഒരു വിഭാഗം ജീവനക്കാർ ആരംഭിച്ച 24 മണിക്കൂർ പണിമുടക്ക് അനാവശ്യമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. എന്ത് കാര്യത്തിനാണ് സമരമെന്നറിയില്ല. സർവീസ് മുടക്കിയുള്ള സമരം കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കും. ജീവനക്കാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പരമാവധി പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 7-ാം തീയതി ശമ്പളവും പെൻഷനും നൽകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നതാണെന്നും മന്ത്രി. നോട്ട് അസാധുവാക്കൽ തീരുമാനത്തിന് ശേഷം ബാങ്ക് അക്കൗണ്ടുകളിൽ വന്ന നിക്ഷേപങ്ങളിൽ ഭൂരിഭാഗവും 2 ലക്ഷമോ അതിനു മുകളിലോ ഉള്ള തുകയായിരുന്നുവെന്ന് കേന്ദ്ര സർക്കാർ. 10 മുതൽ 15 വരെ അക്കൗണ്ടുകളിലായി 2.5 ലക്ഷം വീതം നിക്ഷേപിച്ചവരുണ്ടെന്ന് കേന്ദ്ര റവന്യൂ സെക്രട്ടറി ഹസ്മുഖ് അദിയ. സർക്കാർ പിടിവീഴില്ലെന്ന് കരുതിയാണ് പലരും 2.5 ലക്ഷത്തിന് താഴെ പണം അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചത്. ഒരു പാൻ കാർഡ് ഉപയോഗിച്ചുള്ള 20 അക്കൗണ്ടുകൾ കണ്ടെത്തിയ കേസുകളുണ്ടെന്നും അദിയ. സ്വാശ്രയ കോളേജുകളിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ വൈസ് ചാൻസലർമാരുടെ സമിതിയെ നിയോഗിച്ചു. 4 VC-മാർ ഉൾപ്പെടുന്ന സമിതിക്ക് വിദ്യാഭ്യാസ മന്ത്രി മേൽനോട്ടം വഹിക്കും. MG സർവകലാശാല, ആരോഗ്യ സർവകലാശാല, സാങ്കേതിക സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല VC-മാരാണ് സമിതിയിലുള്ളത്. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത VC-മാരുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. ലോ അക്കാദമി ലോ കോളേജ് പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണെന്നും അവർ രാജിവെക്കുകയോ അവരെ പുറത്താക്കുകയോ ചെയ്തിട്ടില്ലെന്നും ADM വിളിച്ച ചർച്ചയിൽ കോളേജ് മാനേജ്മെന്റ് അറിയിച്ചു. ലക്ഷ്മി നായർ സ്ഥാനം ഒഴിഞ്ഞെന്നായിരുന്നു SFIയുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ കോളേജ് ഭരണസമിതി നിയോഗിച്ച 4-അംഗ സമിതി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നത്. 7 മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് പ്രവേശനം നിഷേധിച്ച ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്ക് പിന്നാലെ കുവൈറ്റും. പാകിസ്ഥാൻ, സിറിയ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ എന്നീ രാജ്യങ്ങളിലെ കുടിയേറ്റക്കാർക്ക് വിസ നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ കുവൈറ്റ് സർക്കാർ ഒപ്പുവെച്ചു. പ്രവേശനം നിരോധിച്ച 5 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കുവൈറ്റ് വിസയ്ക്ക് ഇനി അപേക്ഷിക്കാൻ സാധിക്കില്ല. ഓവറിൽ 4 സിക്സ് നേടിയ ഓപ്പണർ വിഷ്ണു വിനോദിന്റെ മികവിൽ സയ്യിദ് മുഷ്താഖ് അലി 2020-ൽ കേരളത്തിന് 2ാം വിജയം. സോണൽ ലീഗിലെ മത്സരത്തിൽ ഗോവയെ 9 വിക്കറ്റിനാണ് കേരളം തകർത്തത്. ഗോവ മുന്നോട്ട് വെച്ച 86 റൺസ് വിജയത്തിലേക്ക് ബാറ്റ് ചെയ്തിയ കേരള 7.5 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു.